ഇന്ന് നമുക്കൊരു ചീസ് പൊട്ടാറ്റോ സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. നന്നായിട്ട് ആ ചൂടോട് തന്നെ ഉടച്ചെടുത്താൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില നന്നായി ചെറുതായിട്ട് അരിഞ്ഞതിൽ ചേർക്കണം കേട്ടോ. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായി ഇതുപോലെ അരിഞ്ഞിട്ട് അത് ചേർക്കുക. പിന്നെ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അതൊരു 4 ടീസ്പൂൺ 4-5 ടീസ്പൂൺ ചേർക്കാം. അത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ മൊസറല്ല ചീസാണ് സാധാരണ വാങ്ങിക്കാറ് കേട്ടോ. ആദ്യമായിട്ടാണ് അമൂൽ ചീസ് മേടിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ബാർ ചീസിന്റെ പകുതി ഞാനിവിടെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മൈദയും കൂടെ, ഒരു 1/2 ടീസ്പൂൺ മൈദയും കൂടി ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഓയിൽ ഒന്ന് പുരട്ടുക. എന്നിട്ട് നമുക്ക് അത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇനി ഇതിനെ പരത്തിയെടുക്കാം. കുറച്ച് മൈദയോ എന്തെങ്കിലും മൈദപ്പൊടി തന്നെ ഇട്ടാൽ മതി. അതെടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കാം. 4 സൈഡും അതുപോലെ പരത്തി കട്ട് ചെയ്യും. അല്ലാതെ കനം കുറച്ച് പരത്തരുത് കേട്ടോ, കുറച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ 4 സൈഡും കട്ട് ചെയ്തിട്ട് ഏത് ഇതിലാണ് നിങ്ങൾക്ക് ഏത് സൈസിലാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ചീസൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത്ര നമുക്ക് ഒരുപാട് ടൈമിൽ പണി ചെയ്യാനുള്ളതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ദിയമോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ.